എ ലൈൻ കുർത്തി കട്ട് ചെയ്യണ, അതായത് ഒരു അളവ് ചുരിദാർ വെച്ച് കട്ട് ചെയ്യണ ഒരു ഷോർട്സ് ഇട്ടിരുന്നു. അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ ഫ്രണ്ട് പീസിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് തയ്ച്ചിട്ട് വെട്ടി മറിച്ച് ഉൾവശത്തേക്ക് ഇടുകയാണെന്ന് അതിൽ പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താഴേക്ക് വരുന്ന ആ വി ഭാഗം താഴത്തേക്ക് 4 ഇഞ്ച് വി ആയിട്ട് ഇറക്കിയിട്ടിട്ടുണ്ട്. അതടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതടിച്ചു കഴിഞ്ഞതിന് ശേഷം 4 ഇഞ്ച് ഉള്ളിലേക്ക് വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അതായത് ക്യാൻവാസിൽ തട്ടാണ്ട് 4 ഇഞ്ച് ഉള്ളിലേക്ക് തട്ടിയിട്ട് വെട്ടി മറിച്ചിടുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുന്നതാണിത്. ചെയ്തു. ഇനി ആ വിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി അതിൻ്റെ സൈഡുകളൊക്കെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം. നമ്മൾ മറച്ചിടുമ്പോൾ അത് വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ വെട്ടിയ ഭാഗം ഉള്ളിലേക്ക് ആക്കി മറച്ചിടുകയാണ്. നഖം വെച്ചൊക്കെ ഒന്ന് നന്നായി വലിച്ചു കൊടുക്കണം. വലിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ഒരു ചെറിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. പതിച്ചടിക്കണം. നന്നായി നഖം വെച്ച് വലിച്ചു കൊടുത്താൽ ഇനി അതിനെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം. നെക്കിനെ തിരിച്ചടിക്കുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് വേണം തിരിച്ചടിക്കാൻ. അല്ല, അതിന് കറക്റ്റായി കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ആ സ്റ്റിച്ചിൻ്റെ ഒരു ഗ്യാപ്പ് അവിടെ വരും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് സൂചി കുത്തി നിർത്തിയതിന് ശേഷം മാത്രം തയ്ക്കുന്നത്. അതിനുശേഷം ബാക്ക് നെക്കിൽ ആ റൗണ്ട് നെക്ക് വെട്ടിയെടുത്തത് ക്യാൻവാസിൽ ഒട്ടിച്ചതിന് ശേഷം ബാക്ക് നെക്ക് പതിച്ചടിക്കുകയാണ്. കാറ്റുകൊണ്ട് ഇങ്ങനെ പാറിക്കളിക്കുന്നതാണ്. ബാക്ക് നെക്ക് ക്യാൻവാസിൽ തട്ടാണ്ട് അടിച്ചതിന് ശേഷം മുൻവശം ചെയ്ത പോലെ തന്നെ 4 ഇഞ്ച് വിട്ടിട്ട് ആ റൗണ്ടിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് മറിച്ചടിക്കണം. ബാക്ക് പീസ് നമ്മൾ മറിച്ച് പതിച്ചടിക്കാറില്ല. അടിക്കുന്നതിന് മുമ്പ് നഖം വെച്ച് വലിച്ച് 2 ഷോൾഡറുകളോടെയും ഫ്രണ്ടും ബാക്കും ചേർത്ത് വെച്ച തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് വശത്തെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗമാണ് കാണിക്കുന്നത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ തുമ്പ് വശം അങ്ങനെ കാണാണ്ടിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ. ഇനി അതിനെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ തുമ്പ് ഉള്ളിൽ പോയിട്ടുണ്ടാവും. ഉണ്ടല്ലേ, തുമ്പ് കാണാതെ നെക്കുകൾ ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ്. ഞാൻ അപ്പുറത്തെ വശം അതുപോലെ തന്നെ ചെയ്യാണ്. അങ്ങനെ മറിച്ച് ഷോൾഡർ യോജിപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ബാക്ക് നെക്ക് പതിച്ചടിക്കാറുള്ളത്. ഈസി മെത്തേഡാണ്. ഒരു ചുരിദാർ വെച്ചിട്ട് എങ്ങനെ വെട്ടാന്നുള്ളത് മുന്നേ കാണിച്ചു ഷോർട്സിൽ. ഇനിയിപ്പോൾ നമ്മൾ കാണിക്കുന്നത് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഇത്രയും പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ പണി. ഇനി അതിന് ശേഷം നമ്മൾ സ്ലീവാണ്, അത് പതിച്ചടിക്കണേ. ഈ ബാക്ക് നെക്ക് നമ്മൾ പതിച്ചടിക്കുകയാണ്. പതിച്ചടിച്ചതിന് ശേഷം നമ്മൾ നിവർത്തി വയ്ക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇനി നമ്മൾ സ്ലീവിൻ്റെ ഫ്രണ്ട് വശം ഒന്ന് കുഴിച്ച് വെട്ടണം. അപ്പോൾ അതിന് വേണ്ടി കുഴിച്ച് വെട്ടുകയാണ്. ഫാനിൻ്റെ കാറ്റ് സ്ലീവ് യോജിപ്പിക്കണം. ഫ്രണ്ട് വശത്തിൻ്റെ കൈക്കുഴി ഒന്നും കൂടി കുഴിച്ച് വെട്ടണം. നമ്മൾ സ്ലീവ് വയ്ക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊരു 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടണം എന്ന് മുന്നേ പറഞ്ഞിരുന്നു. അങ്ങനെ കുഴിച്ച് വെട്ടി അതിന് ശേഷം സ്ലീവ് യോജിപ്പിക്കുകയാണ്. ഈസി മെത്തേഡാണ്. സിമ്പിളായിട്ട് വെട്ടി വെച്ചതാണെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ്. ലൈനിങ് വെക്കാത്തതായതുകൊണ്ട് പെട്ടെന്ന് കഴിയും.
അതുപോലെ 2 സ്ലീവും വെച്ചതിന് ശേഷം അടുത്ത സ്ലീവും നമ്മൾ മുൻവശം കുഴിച്ചു വെട്ടിയിട്ട് സ്ലീവ് കൂടിയും ജോയിൻ ചെയ്യുകയാണ്. തുമ്പുകളൊക്കെ വൃത്തിയായി വെട്ടിക്കളഞ്ഞതിന് ശേഷം മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ. അടുത്ത വശം നമ്മൾ സ്ലീവ് യോജിപ്പിക്കുകയാണ്. യോജിപ്പിച്ചതിന് ശേഷം രണ്ട് സ്ലീവുകളും ഒരേ അളവാണോ എന്ന് വെച്ച് നോക്കിയതിന് ശേഷം തുമ്പൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് മടക്കി അടിക്കണം. സ്ലീവിൻ്റെ അടിവശം മടക്കി തയ്ക്കുകയാണ്. ടോപ്പ് മൊത്തത്തിൽ നമ്മൾ മാർക്ക് ചെയ്ത അളവിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എങ്കിൽ നമ്മൾ ആ വീതി അളവും വേസ്റ്റ് ചെസ്റ്റ് എല്ലാം കറക്റ്റ് അളവ് ആദ്യം വരച്ച് വെച്ചിട്ടുണ്ട്. ആ അളവ് കൂടെ തന്നെ അടിച്ചു പോകണം. അത്രേ നമുക്കൊരു ചുരിദാറിൽ ചെയ്യാനുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടമായെങ്കിൽ. സൈഡ് യോജിപ്പിക്കുകയാണ്. ഇത്രയുള്ള നമ്മുടെ ടോപ്പിൻ്റെ പണി. സിമ്പിളായിട്ട് ഒരു തയ്യൽ അറിയാത്തവർക്ക് പോലും തയ്ച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ അളവ് ചുരിദാർ വെച്ച് വെട്ടിയ ടോപ്പാണ് ഇത്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അത് ആ ടോപ്പ് വെച്ചിട്ട് ചെയ്യുന്നത് നമ്മൾ ഷോർട്ട് വീഡിയോ ആയി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരായി കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഇതാ നമ്മളെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.